ഇനി എന്തെങ്കിലും വേണോ മോളെ? വേണ്ടമ്മേ, എല്ലാം ആയില്ലേ? അച്ഛൻ കൂടെ കൂടെ പറയുന്നുണ്ട് മോന് ഒരു കുറവും വരുത്തരുതെന്ന്. അതുകൊണ്ടാ ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. വരുൺ ഇതിനോടൊക്കെ പൊരുത്തപ്പെടും അമ്മേ. പിന്നെ നമ്മളെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അല്ല, മോള് വിളിച്ചില്ലേ? ഇത്രയും നേരമായിട്ട് എന്താ വരാത്തത്? ആ, ഞാൻ വിളിച്ചു നോക്കാം. അല്ല, വരുണിന്റെ ഫോണാണല്ലോ. വരുൺ എപ്പോഴാ വന്നേ? ഞാനൊന്ന് പോയി നോക്കട്ടെ അമ്മ. വരുൺ, വരുൺ, ഇതെപ്പോഴാ വരുൺ വന്ന് കയറിയ? എന്താണ് വിളിക്കാത്ത? എന്താ വയ്യായ്മ പോലെ? കാര്യം എന്താന്ന് പറ. എന്താ പോയ കാര്യം നടന്നില്ലേ? നടക്കില്ല. ഒരു US വിസ തടയാനുള്ള കഴിവൊന്നും കണിമംഗലം ചന്ദ്രശേഖരനില്ല. പക്ഷെ തടസ്സങ്ങൾ വന്നു. അത് നമ്മുടെ കമ്പനിയുടെ തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ടതാ. നമ്മളെ കുരുക്കിലാക്കാനുള്ള എല്ലാ വഴികളും ബെഞ്ചമിൻ ചെയ്തിട്ടുണ്ടല്ലോ. USA, UK തുടങ്ങിയ സ്ഥലങ്ങളിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത മെറ്റീരിയൽസ് എല്ലാം കേസിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പാസ്പോർട്ടും പ്രശ്നത്തിലാണ്. കുറ്റവാളികൾ രാജ്യം വിടാൻ പാടില്ലല്ലോ. അത് വല്ലാത്തൊരു അടിയാടൂ. എങ്ങനെയെങ്കിലും ഇത് മറികടക്കാമെന്നുള്ള നമ്മുടെ മോഹത്തിന് മേലുള്ള തിരിച്ചടി. അത് വിട്ടാളാ. ആലോചിച്ച് വിഷമിച്ച ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നമ്മളതിൽ വീണു പോകും. പുറത്തുപോകാൻ പറ്റിയില്ലെന്നല്ലേ ഉള്ളൂ. ഈ നാട്ടിൽ എന്തായാലും ബിസിനസ് ചെയ്യാൻ വരുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. അതിപ്പോൾ ചെറുതായാലും. ഞാൻ തളർന്നു പോകാതിരിക്കാൻ താൻ വല്ലാതെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ തളർന്നു വീണെന്ന് തന്നെയാണ് ദൈവത്തിന്റെ തീരുമാനം. ദൈവം അങ്ങനെ നമ്മളെ തോൽപ്പിക്കൊന്നുമില്ല. ആ, വരുൺ വന്നേ, നമുക്കാദ്യം ഭക്ഷണം കഴിക്കാം. അമ്മ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓ, എനിക്ക് വേണ്ടോടൂ, കഴിക്കാൻ തോന്നുന്നില്ല. പനിക്കുന്നുണ്ടല്ലോ. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ? ഏയ് സാരമില്ല, എല്ലാം കൂടെ കേട്ടേട്ടാ. കുറച്ചു നേരം കിടന്നാൽ മാറിക്കോളും. ചില നേരത്ത് എനിക്ക് തോന്നും ഈ കട്ടിലൊക്കെ തോൽക്കുന്നവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന്. ഇനി സ്ഥിരമായിട്ട് ഇങ്ങനെ കിടക്കുമെന്നറിയില്ല.